ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ബ്രില്യനിലെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പ്രോഗ്രാമിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കിടെക്ചറിന് താല്പര്യമുള്ള കുട്ടികൾക്കായിട്ട് JEE പേപ്പർ 2A BRക്കും 2B B പ്ലാനിങ്ങും അതുപോലെ തന്നെ BDES പ്രോഗ്രാമിന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് USEED NID NIFT എന്നിങ്ങനെയുള്ള പ്രോഗ്രാമാണുള്ളത്. അപ്പോൾ അടുത്ത അക്കാഡമിക് ഇയറിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജൂൺ 1 നമ്മുടെ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ബ്രില്യനിൽ നിന്ന് ഓൾ ഇന്ത്യ റാങ്ക് 1 ഉൾപ്പെടെ 4 ഫസ്റ്റ് റാങ്കുകളാണ് നേടാൻ സാധിച്ചത്. അതുകൂടാതെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് 99% മുകളിൽ നല്ല റാങ്ക് നേടാൻ സാധിച്ചു. അപ്പോൾ ഓഫ്ലൈൻ ബാച്ചസ് വരുന്നത് ബ്രില്യൻ പാല സെൻറ്ററിലായിരിക്കും വരുന്നത്. ഓഫ്ലൈൻ ക്ലാസ് ടൈമിംഗ് എല്ലാം വരുന്നത് 8:30 to 5 o'clock ആയിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ടൈമിംഗ് 2 സെഷനിലായിട്ടായിരിക്കും നടക്കുന്നത്. രാവിലെ 10 to 12ഉം 2 to 4ഉം ആയിരിക്കും. 2 സെഷനിലായിട്ടായിരിക്കും ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത്. BRക്ക് സ്റ്റുഡൻസിന് നോക്കുവാണെങ്കിൽ അവർക്ക് മാത്സ്, ആപ്റ്റിറ്റ്യൂഡ്, ഡ്രോയിങ് ആണ് മേജറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ BDES, USEED NID NIFT ഒക്കെ നോക്കുവാണെങ്കിൽ കൂടുതലും ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡ്രോയിങ് ആണ് അവർക്ക് വരുന്നത്. അപ്പം USEEDൽ വരുന്ന ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ടും ക്ലാസ്സിലെല്ലാം നിങ്ങൾ ചെയ്യിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ സൊല്യൂഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നന്നായിട്ടത് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ NID NIFTും നിങ്ങൾക്കറിയാം, അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ സെപ്പറേറ്റ് ആയിരുന്നു. 2026 NID ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡ്രോയിങ് ആയിരുന്നു. അപ്പം ഡ്രോയിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. USEEDൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ NID NIFTിൽ നോക്കുവാണെങ്കിലും ഡ്രോയിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസും കാര്യങ്ങളെല്ലാം നിങ്ങളെ വർക്കൗട്ട് ചെയ്യിക്കും, അതിൻ്റെ കറക്ഷൻസ് ഒക്കെ ചെയ്യിക്കും. അപ്പം ഓൺലൈൻ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം പറഞ്ഞ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ എക്സസൈസ് കറക്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അതിന് സ്റ്റുഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടാബ് ത്രൂ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ലെയർ ചെയ്തിട്ട് അതിൽ തന്നെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പം ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നോട്ട്സും അവർക്ക് ഡ്രോയിങ് എക്സസൈസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ടാബ് ത്രൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം ഓഫ്ലൈൻ കുട്ടികൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ടാബ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അത് നമ്മളിവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടാബ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അറൗണ്ട് 14,000 ആണ് അതിന് എമൗണ്ട് വരുന്നത്. ഇത് നിങ്ങളുടെ കോഴ്സ് ഫീസിൽ ഇൻക്ലൂഡ് ആയിരിക്കില്ല. അപ്പം നിങ്ങൾക്കറിയാലോ, നമ്മൾ വീക്ക്ലി മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ആ ഒരു 1 വീക്കിലെ ക്ലാസ്സസ് ടോപ്പിക്സ് എല്ലാം ആയിരിക്കും അതിനെ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻകാർക്കാണെങ്കിൽ നിങ്ങളുടെ ടാബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതായിരിക്കും. ഓഫ്ലൈൻ ബാച്ചിലുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ നമ്മുടെ ലാബ് ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ മിസ് ചെയ്ത ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബ്രില്യൻ്റ് ആപ്പ് ത്രൂ പിന്നീട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് കാണാവുന്നതാണ്. അത് ഓഫ്ലൈൻ കുട്ടികൾക്കും ഓൺലൈൻ കുട്ടികൾക്കും നിങ്ങൾക്ക് 2 പേർക്കും ഈ പറയുന്നത് ആപ്പ് ത്രൂ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കാണാവുന്നതായിരിക്കും. അപ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. അപ്പം ഹോസ്റ്റൽ എല്ലാവർക്കും കൺട്രോൾഡ് ഹോസ്റ്റലായിരിക്കും കിട്ടുന്നത്. ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ടും ബോയ്സിന് സെപ്പറേറ്റ് ആയിട്ടും ഹോസ്റ്റൽ ഉണ്ടായിരിക്കും. അപ്പം BRക്കിലെ കുട്ടികൾ മാത്രം ആയിരിക്കും, നിങ്ങളുടെ ബാച്ചിലുള്ള കുട്ടികളായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മൾ തരുന്ന എക്സസൈസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് 1 വീക്ക് മുന്നേ ആയിരിക്കും നിങ്ങളുടെ ഹോസ്റ്റലെല്ലാം നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കോഴ്സ് ഫീസിനെ പറ്റി നോക്കാം. ഓഫ്ലൈൻ കുട്ടികൾക്ക് വരുന്നത് 60,000 പ്ലസ് GST ആണ്. അറൗണ്ട് 71,800 വരുന്നുണ്ട്. ഓൺലൈൻ കുട്ടികൾക്കാണെങ്കിൽ 30,000 പ്ലസ് GST 35,400 ആണ് വരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പിൻ്റെ അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ JEE പേപ്പർ 2A 2B റാങ്ക് അടിസ്ഥാനത്തിലും BDES കുട്ടികൾക്കാണെങ്കിൽ USEED NID NIFT എന്നിങ്ങനെയുള്ള കഴിഞ്ഞ 2026 റാങ്ക് അടിസ്ഥാനത്തിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ +2 മാർക്ക്, അത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ +2ലെ മാത്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുക. അതിൽ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉള്ളത്, നമ്മൾ ഈ May 15 നടത്തുന്ന സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട്
brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.